ഇന്ന് 7ാമത്തെ ലെസണാണ്. 6 ലെസൺസ് കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആദ്യത്തെ ലെസൺ മുതൽ കാണണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ സീരീസാണ്. നമ്മളധികം ഗ്രാമറൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നേരെ അങ്ങ് സംഭാഷണങ്ങളിലൂടെ പഠിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം അത് നോക്കാം അല്ലേ. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ ദേ പ്ലേയിങ്? അതെ. യെസ് ദേ ആർ. ഇത് തുറന്നിരിക്കുകയാണോ? ഇസ് ഇറ്റ് ഓപ്പൺ? അല്ല. നോ ഇറ്റ് ഇസ്ൻ്റ്. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? അതെ. യെസ് ഐ ക്യാൻ. പറ്റുന്നുണ്ട് അല്ലേ? യെസ് ഐ ക്യാൻ. നിങ്ങൾ അമലാണ് അല്ലേ? യു ആർ അമൽ റൈറ്റ്? അല്ല, ഞാൻ അജയാണ്. നോ, ഐ എം അജയ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങളത് കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്കത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ് മുതൽ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് വരും. അപ്പോൾ അത് റിവൈസും ചെയ്യാം. അതിൻ്റെ ഒപ്പം നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവാണ്. എന്നാ പഠിക്കുന്നത്? ഷുഡ്. നമ്മൾ ക്യാൻ പഠിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഈ ക്യാനും ഷുഡൊക്കെ ഒരേ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ റൂൾസൊക്കെ ഇവിടെയും അപ്ലൈ ചെയ്യണം. അതുപോലെയാണ് ഇവിടെ ഉണ്ടാക്കുക. പക്ഷെ ഷുഡിൻ്റെ അർത്ഥം വേറെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ കുട്ടിയുണ്ട്, ഭയങ്കര മടിയനാ, സ്കൂളിൽ പോവില്ല. അപ്പോൾ ഞാൻ പറയാം, നീ നാളെ സ്കൂളിൽ പോകണം, നീ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ പറയില്ലേ? അപ്പോഴാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യാം. നീ നാളെ സ്കൂളിൽ പോകണം. എങ്ങനെ പറയും? യു ഷുഡ് ഗോ ടു സ്കൂൾ ടുമോറോ. യു ഷുഡ് ഡു ഇറ്റ്. അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സെൻറ്റൻസ്. അതുപോലെ നമുക്കിനി വേറെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ഷുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ഫോംസ് വരും. അത് ഞാൻ വരുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നീ നാളെ സ്കൂളിൽ പോകണം. എങ്ങനെ പറഞ്ഞു? യു ഷുഡ് ഗോ ടു സ്കൂൾ ടുമോറോ. അപ്പോൾ യു ഷുഡ്, നീ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ഗോ ടു സ്കൂൾ ടുമോറോ. ഗോ ആണ്, വെൻ്റ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ടു ഗോ ഒന്നും യൂസ് ചെയ്യരുത്. ഗോ എങ്ങോട്ട്? ടു സ്കൂൾ, സ്കൂളിലേക്ക് നാളെ, ടുമോറോ. നീ അവനോട് ചോദിക്കണം. എങ്ങനെ പറയും? യു ഷുഡ്, നീ ചെയ്യണം. യു ഷുഡ് എന്താ ചെയ്യേണ്ടത്? ചോദിക്കുക. ആസ്ക് ഹിം. എന്തെങ്കിലും കാര്യമുണ്ട്, നീ അവനോട് ചോദിക്കണം. യു ഷുഡ് ആസ്ക് ഹിം. മനസ്സിലായോ? നീ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് വായിക്കണം. എങ്ങനെ പറയും? യു ഷുഡ് റീഡ് ദിസ്. ഇത് വായിക്കണം. എന്താ ചെയ്യേണ്ടത്? കിടക്കാൻ പോകുന്നതിന് മുമ്പ് വായിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ യു ഷുഡ് റീഡ് ദിസ് എപ്പോൾ? ബിഫോർ ഗോയിങ് ടു ബെഡ്. ഗോയിങ് ടു ബെഡ് എന്ന് വെച്ചാൽ ഉറങ്ങാൻ പോവാം. അതിന് മുമ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിഫോർ. യു ഷുഡ് റീഡ് ദിസ് ബിഫോർ ഗോയിങ് ടു ബെഡ്. അപ്പോൾ അവൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അത് വായിക്കണം കേട്ടോ. എന്തെങ്കിലും എന്താ പറയുക, പ്രാർത്ഥന എന്തെങ്കിലും ആയിരിക്കും. അവൾക്ക് എന്തോ ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവളോട് പറയണത്, അവൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവളത് വായിക്കണം. എങ്ങനെ പറയും? ഷീ ഷുഡ് റീഡ് ദിസ് ബിഫോർ ഗോയിങ് ടു ബെഡ്. അപ്പോൾ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ യു ഷുഡ്, അവൾ എന്ന് പറയുമ്പോൾ ഷീ ഷുഡ്. മനസ്സിലായോ? ഇനി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ പോണതിന് മുമ്പ് എന്നെ ഒന്ന് കാണണം. എങ്ങനെ പറയും? അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദേ ഷുഡ് എന്താ ചെയ്യേണ്ടത്? എന്നെ കാണണം. മീറ്റ് മീ എപ്പോൾ? പോണതിന് മുമ്പ്. ബിഫോർ ദേ ലീവ്. അപ്പോൾ അങ്ങനെ ഓരോ ചങ്കുകളായിട്ട്, ചങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വേണം പറയാൻ. നിങ്ങൾ സമയമെടുത്ത് മെല്ലെ ആലോചിച്ച് പറയുക. കാരണം ആ സമയം നമ്മൾ പഠിക്കുന്ന സമയത്തേ എടുക്കുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓട്ടോമാറ്റിക് വരും. പെട്ടെന്ന് നന്നായി പഠിക്കണമെങ്കിൽ പെട്ടെന്ന് സ്പീഡിൽ പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതൊരു മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പഠിക്കാൻ വളരെ സമയമെടുക്കും. മെല്ലെ ഇരുത്തി മനസ്സിലാക്കി സ്വയം ഉണ്ടാക്കി പഠിക്കുന്നവരാണ് കുറച്ച് കഴിയുമ്പം ഏറ്റവും മുന്നിലെത്തുക. അപ്പോൾ അവർ പോണതിന് മുമ്പ് എന്നെ കാണണം. എന്താ ചെയ്യേണ്ടത്? ദേ ഷുഡ് മീറ്റ് മീ ബിഫോർ ദേ ലീവ്. ഞാൻ അവളെ വിളിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഞാനത് ചെയ്യണം അല്ലേ? ആരും പറഞ്ഞിട്ടല്ല, ഞാൻ തന്നെ പറയാണ് ഞാനത് ചെയ്യണം. അപ്പോൾ ഞാനാണ് ചെയ്യേണ്ടത്. ഐ ഷുഡ് വിളിക്കണം അവളെ. കോൾ ഹെർ. ഐ ഷുഡ് കോൾ ഹെർ എന്ന് വെച്ചാൽ ഞാൻ അവളെ വിളിക്കണം. നീ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. യു ഷുഡ് ഡ്രൈവ് മോർ കെയർഫുള്ളി അല്ലേ? യു ഷുഡ് ഡ്രൈവ് എങ്ങനെയാണ്? മോർ കെയർഫുള്ളി, നല്ല ശ്രദ്ധയോട് കൂടിയിട്ട്. ഇപ്പോൾ നീ ഓടിക്കുന്നില്ലേ, അതിനേക്കാളും ശ്രദ്ധയോട് കൂടിയിട്ടാണ്. മോർ കെയർഫുള്ളി, ഇതിനേക്കാളും ശ്രദ്ധിച്ച്. യു ഷുഡ് ഡ്രൈവ് മോർ കെയർഫുള്ളി. വേദനിക്കുന്നുണ്ടെങ്കിൽ നീ ഡോക്ടറെ അടുത്ത് പോകണം. നീ പോകണം അല്ലേ? നീ ചെയ്യണം. യു ഷുഡ് ഗോ ടു ദ ഡോക്ടർ. എപ്പോൾ? വേദനിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഇഫ് ഉപയോഗിക്കും. ഇഫ് ഇറ്റ് ഹേർട്സ്, വേദനിക്കുകയാണെങ്കിൽ. ഇഫ് ഇറ്റ് ഹേർട്സ് എന്താ ചെയ്യേണ്ടത്? യു ഷുഡ് ഗോ ടു ദ ഡോക്ടർ. യു ഷുഡ് ഗോ ടു ദ ഡോക്ടർ. അപ്പോൾ ഇഫ് ഇറ്റ് ഹേർട്സ്. 10 മിനിറ്റിൽ ഇറങ്ങണം കേട്ടോ. അങ്ങനെ പറയും. യു ഷുഡ് ലീവ് ഇൻ 10 മിനിറ്റ്സ്. യു ഷുഡ് ലീവ് ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റിൽ എന്ന് പറയാൻ ഇൻ 10 മിനിറ്റ്സ്. നീ കണ്ണുകൾ തുറക്കരുത്, അങ്ങനെ പറയും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ? ചെയ്യരുത് എന്ന് പറയണമെങ്കിലോ?
ഷുഡിൻറ്റ്. നീ കണ്ണുകൾ തുറക്കരുത്. യു ഷുഡിൻറ്റ് ഓപ്പൺ യുവർ ഐസ്. കണ്ണുകൾ തുറക്കുക, ഓപ്പൺ ദ ഐസ് അല്ലേ, ഓപ്പൺ യുവർ ഐസ്. തുറക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് യു ഷുഡിൻറ്റ്. എളുപ്പമല്ലേ? നീ കണ്ണുകൾ തുറക്കണം എന്ന് പറയണമെങ്കിൽ യു ഷുഡ് ഓപ്പൺ യുവർ ഐസ്. കണ്ണുകൾ തുറക്കരുത്, യു ഷുഡിൻറ്റ് ഓപ്പൺ യുവർ ഐസ്. അവൾ ഇവിടെ നിൽക്കരുത്. എങ്ങനെ പറയും? ഷീ ഷുഡിൻറ്റ് സ്റ്റേ ഹിയർ. ഷീ ഷുഡിൻറ്റ് സ്റ്റേ ഹിയർ. അവളിവിടെ നിൽക്കരുത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കണേ. ഞാൻ മുട്ടകൾ തിന്നരുത്, എനിക്ക് തിന്നാൻ പാടില്ല. എങ്ങനെ പറയും? ഞാനത് ചെയ്യാൻ പാടില്ല. മുട്ട ഇരിക്കുന്നുണ്ട്, അവർ പറഞ്ഞു കഴിച്ചോളൂ. അയ്യോ എനിക്ക് പാടില്ല, കഴിക്കാൻ പാടില്ല. അങ്ങനെ പറയും? ഐ ഷുഡിൻറ്റ് ഈറ്റ് എഗ്സ്. ഐ ഷുഡിൻറ്റ് ഈറ്റ് എഗ്സ്. നീ എല്ലാ ദിവസവും മാംസം കഴിക്കരുത് കേട്ടോ, കുറച്ചധികം തടി കൂടുന്നുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ മീൻ, ഇറച്ചി അങ്ങനത്തെ കാര്യങ്ങൾ ഇറച്ചി കഴിക്കരുത്. എങ്ങനെ പറയും? യു ഷുഡിൻറ്റ് ഈറ്റ് മീറ്റ്. എല്ലാ ദിവസവും, എവറി ഡേ. 2 വാക്കുകളാണ്. യു ഷുഡിൻറ്റ് ഈറ്റ് മീറ്റ് എവറി ഡേ. ഇനി ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഡു ദിസ്. നീ ചെയ്യരുത് അങ്ങനെ, യു ഷുഡിൻറ്റ് ഡു ദിസ്. അങ്ങനെ പറഞ്ഞു അല്ലേ? എളുപ്പമല്ലത്. ഇനി വരുന്ന സംഭവം ഷുഡ് ഹാവ് ആണ്. നമ്മൾ ക്യാനും കുഡും കുഡ് ഹാവും പഠിച്ച ഓർമ്മയുണ്ടോ? എനിക്ക് ഓടാൻ പറ്റും. എങ്ങനെ പറഞ്ഞു? ഐ ക്യാൻ റൺ. എനിക്ക് ഓടാൻ പറ്റി. ഇപ്പോഴത്തെ കാര്യമല്ല, എപ്പോഴും ചെയ്യാൻ പറ്റിയത്. ഐ കുഡ് റൺ അല്ലേ? ഇനി എനിക്ക് ഓടാൻ പറ്റുമായിരുന്നു. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു, ഓടിയില്ല. ഐ കുഡ് ഹാവ് റൺ അല്ലേ? പറ്റുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്തു. അതുപോലെ ക്യാനും കുഡും 2 ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഷുഡ് മാത്രം പഠിക്കുന്നുള്ളൂ. ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹെർ. ഞാൻ അവളോട് പറയണമായിരുന്നു. ഞാൻ അവളോട് പറയണം എന്നാണെങ്കിൽ ഐ ഷുഡ് ടെൽ ഹെർ. ഞാൻ അവളോട് പറയണമായിരുന്നു. ഐ ഷുഡ് ഹാവ്. അപ്പോൾ നമ്മൾ ഷുഡ് ഹാവിന് 2 വാക്കായിട്ട് എടുത്ത് പറയില്ല. ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹെർ. പറയണ കേട്ടോ? ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹെർ. ഞാൻ അവളോട് പറയണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹെർ. അപ്പോൾ ആ സംഭവം മനസ്സിലായോ? ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നാണെങ്കിൽ ഐ ഷുഡ് ഡു ദിസ്. ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഐ ഷുഡിൻ ഡു ദിസ്. അല്ലെങ്കിൽ നീ ആണെങ്കിൽ യു. ഞാൻ ചെയ്യണമായിരുന്നു, പണ്ടത്തെ കാര്യമാണ്. ഇനി വരാൻ പോകുന്ന കാര്യമല്ല, പണ്ടത്തെ കാര്യമാണ്. ഞാൻ ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. ആ ഡൺ എന്നുള്ള V3 ഫോം ഉപയോഗിക്കണം കേട്ടോ. ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയും? ഐ ഷുഡ് ഹാവ്, അവളോട് പറയണമായിരുന്നു. ടോൾഡ് ഹെർ. ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹെർ. അടുത്തത്, അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. ഹി ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ അല്ലേ? ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് കോഴ്സ് നോക്കി നടക്കുകയാണെങ്കിൽ, ഞാനൊരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിട്ട് 3 ലെവൽസുള്ള ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുന്നുണ്ട്. ഫുള്ളി ഓൺലൈനാണ്. ഇമെയിൽ അയച്ചാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക. വാട്സാപ്പ് വഴിയുള്ള ക്ലാസ് അല്ല കേട്ടോ. എല്ലാം ഞാൻ മുമ്പേ കുട്ടി റെക്കോർഡ് ചെയ്ത് വെച്ചതിൻ്റെ എക്സസൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് ചെയ്യാൻ പറ്റും. ഇമെയിൽ വഴി അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ കൊടുക്കാം താഴെ. അപ്പോൾ അതിലേക്കൊരു ഇമെയിൽ അയച്ചാൽ മതി, കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരികയല്ലേ. ഫുൾ ഇമെയിൽ ഞാൻ ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. എങ്ങനെ പറയും? ദേ ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ്, ചെയ്യണം എന്ന് പറയുമ്പോൾ ദേ ഷുഡ് അല്ലേ? ദേ ആണെങ്കിൽ ആരാ അവരെ കുറിച്ച് പറയണേ? അവർ. നീ ആണെങ്കിൽ യു ഷുഡ്. നീ അത് ചെയ്യണമായിരുന്നു, യു ഷുഡ് ഹാവ് അല്ലേ? ക്ലിയർ ആയില്ലേ? സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് അവർ ചോദിക്കണമായിരുന്നു. അങ്ങനെ പറയും? അവർ ചോദിക്കണമായിരുന്നു. ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ് അസ്. വാങ്ങിക്കുന്നതിന് മുമ്പ്, ബിഫോർ ബൈയിങ് ദോസ് ഐറ്റംസ് അല്ലേ? അത് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ചോദിക്കണമായിരുന്നു അവർ. ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ് അസ്. അസ് എന്ന് വെച്ചാൽ ഞങ്ങളോട്. ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ് അസ് ബിഫോർ ബൈയിങ് ദ ഐറ്റംസ് അല്ലേ? അപ്പോൾ ഷുഡ് ഹാവ് ചുരുക്കി പറയണേ. ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ് അസ് ബിഫോർ ബൈയിങ് ദ ഐറ്റംസ്. ഞാൻ അവളോട് പറയാൻ പാടില്ലായിരുന്നു. അയ്യോ, പറഞ്ഞത് കഷ്ടമായില്ലേ? പറഞ്ഞപ്പോൾ പിന്നെ അവൾ എല്ലാവരോടും പോയി പറഞ്ഞു. പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയും? ഓൾറെഡി പറഞ്ഞു, വലിയ അബദ്ധമായി അല്ലേ? പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയും? ഐ ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് ഹെർ. ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് പറയണമായിരുന്നു. ഞാൻ അവളോട് പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് ഹെർ. അവൾ അവിടെ പോകാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയും? ഷി ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ. അവരെ എല്ലാ ബാഗുകളും എടുക്കാൻ പാടില്ലായിരുന്നു. അവർ
They shouldn't have taken all the bags. അത് മനസ്സിലായോ? എപ്പോഴാ ഷുഡ് ഉപയോഗിക്കുക, ഷുഡിൻറ്റ് ഉപയോഗിക്കുക, ഷുഡ് ഹാവ്, ഷുഡിൻറ്റ് ഹാവ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹോംവർക്ക് ഉണ്ട്. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എങ്ങനെ പറയും? ഞാൻ നല്ല ഹാപ്പി ആണെന്ന് എങ്ങനെ പറയും? ഐ എം ഹാപ്പി. ഞാൻ ഹാപ്പി അല്ല? ഐ എം നോട്ട് ഹാപ്പി. അപ്പോൾ സുഖം തോന്നുക എന്ന് പറയാൻ ടു ഫീൽ വെൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഹാപ്പി പോലെ ടു ഫീൽ വെൽ. ടു ബി ഹാപ്പി, ടു ഫീൽ വെൽ കേട്ടോ. ടു ഫീൽ വെൽ എന്നുള്ള സംഭവം ഉപയോഗിച്ച് എനിക്കിപ്പോൾ നല്ല സുഖം തോന്നുന്നില്ല. ഐ ആം നോട്ട് ഓക്കെ. ബാക്കി നിങ്ങൾ എഴുതൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അതെന്താ വരിക, എങ്ങനെയാണ് വരിക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതൂ. ആ തെറ്റുകൾ നമ്മുടെ പുറത്ത് വന്നാലേ നമുക്കത് പിന്നെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതായിരുന്നു എൻ്റെ തെറ്റെന്ന്. അടുത്തത്, നിങ്ങൾ ക്ഷീണിതനാണോ, ടയർഡ് ആണോ? ഓ അതെ. അപ്പോൾ ഉത്തരം കൊടുക്കണം. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അഞ്ചാമത്തെ, ഓ പറ്റൂലോ, ഇരിക്കാം. ഞാൻ ആ കേക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് പോന്നേക്കാം, വയറ് ഭയങ്കര വേദന, ഞാനത് കഴിക്കാൻ പാടില്ലായിരുന്നു. അതാണ് ചോദ്യം. അപ്പോൾ അതിനടുത്ത സെൻറ്റൻസ്, ആ കേക്ക് കഴിച്ചില്ലേ, അത് ഞാൻ വലിച്ചെറിയണമായിരുന്നു, കളഞ്ഞില്ല. കളഞ്ഞാത്തോണ്ടാണ് ഈ കുട്ടി എടുത്തത് കഴിച്ചത്, എന്നാണ് വയറ് കേടായത്. ഞാനത് എറിഞ്ഞ് കളയണമായിരുന്നു. ടു ത്രോ അവേ കേട്ടോ, അതാണ് കളയുക. ടു ത്രോ അവേ. ഞാൻ ഡോക്ടറെ അടുത്ത് പോകണം, അങ്ങനെ പറയും. ഞാനത് ചെയ്യണം, ഞാൻ ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ 8 ചോദ്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കോമൻസിൽ എഴുതുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കൂ കേട്ടോ എന്നെ. കമൻസിൽ അത് പറയൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ വേണമെങ്കിൽ, വേറെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും അറിയിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.